الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. الحمد لله على كل حال ونعوذ بك من حال أهل النار. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച കൂടലിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിലും ജീവിതത്തിലുമൊക്കെ ലഭിക്കുന്ന ഏറ്റവും പുണ്യകരമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നതിനേക്കാൾ വേഗത്തിൽ അതിൻ്റെ ആദ്യ പകുതി നമ്മളോട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി 14-15 നോമ്പുകൾ കൂടി നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഈ റമദാനിൽ എന്ത് കിട്ടി? എന്തായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്? കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള പുണ്യങ്ങൾ, നന്മകൾ, പ്രതിഫലങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള ചെയ്തികൾ, നിലപാടുകൾ, സമീപനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ റമദാനിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ആത്മപരിശോധന നമ്മൾ നിർവഹിക്കുക. റമദാൻ ഹറാമുകളെ നിന്ന് വിട്ടുനിൽക്കാനുള്ള മാസമല്ല റമദാൻ. സത്യവിശ്വാസി ഹറാം ചെയ്യാൻ പാടില്ല. ഹറാമുകൾ നിഷിദ്ധമാണ്, ചെയ്യാൻ പാടില്ല. മറിച്ച് ഹലാലുകളെ നിയന്ത്രിക്കുന്ന മാസമാണ് റമദാൻ. അനുവദിക്കപ്പെട്ടതിനെ നിയന്ത്രിക്കുക. നിയന്ത്രണമില്ലായ്മയാണ് ഇന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അവനവനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല.
അവനവൻ്റെ കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അവനവൻ്റെ ഇണകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അവനവൻ്റെ സമൂഹത്തെയും സംവിധാനങ്ങളെയും ഒന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത, നിയന്ത്രിക്കാൻ ആളുകളുമില്ലാത്ത വല്ലാത്ത ഒരു കാലവും സംവിധാനങ്ങളുമൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് റമദാനിൽ അതിര് കവിയാതിരിക്കുക. ഒരു വിഷയത്തിലും എന്തെങ്കിലും വിഷയത്തിൽ അതിര് കവിയേണ്ടതുണ്ടെങ്കിൽ അത് ഉപവാസത്തിൽ മാത്രമാണ്. ഉപവാസം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടെ താമസിക്കുക എന്നാണ്. കൂടെ താമസിക്കുക, താഴെ താമസിക്കുക. മലയാളത്തിൽ ഉപവാസം, നോമ്പ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. കൂടെ ആരുടെ കൂടെയാണ് നമ്മൾ താമസിക്കേണ്ടത്? നമ്മൾ താമസിക്കുമ്പോൾ നമ്മുടെ ഇണകൾ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ സഹോദരീ സഹോദരന്മാരും രക്തബന്ധുക്കളും അയൽപ്പക്കക്കാരും സുഹൃത്തുക്കളും പാർട്ടിയും സംഘടനയും മതവും സമ്പത്തും ഉദ്യോഗവും പദവിയും സംവിധാനങ്ങളും ഇതിൻ്റെയൊക്കെ കൂടെയാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നല്ല, പലരും അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പോലും തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ള ആളുകളാണ് ലോകത്തിലെ ബില്യൺ കണക്കിന് വരുന്ന സമൂഹം എന്ന് പറയുന്നത്. എന്തിനാണ് ജീവിക്കുന്നത് എന്ന് പോലും അറിയാതിരിക്കുന്നൊരു ഘട്ടത്തിൽ ആരുടെ കൂടെയാണ് ഞാൻ താമസിക്കേണ്ടത്, ജീവിക്കേണ്ടത്? ഇതിനുള്ള മറുപടിയാണ് ഉപവാസം. നിങ്ങൾ അള്ളാഹുവിൻ്റെ കൂടെ താമസിക്കുക. ഇതിനാണ് നോമ്പ് എന്ന് പറയുന്നത്. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ താമസിക്കുക, ഒപ്പം താമസിക്കുക എന്ന്. ആരുടെ കൂടെ താമസിക്കണം? കരുണാവാരിധിയായ അള്ളാഹുവിൻ്റെ കൂടെ താമസിക്കുക. അതൊരു അനുഭവമാണ്, അനുഭൂതിയാണ്. നിറവും തികവും സന്തോഷവും ആനന്ദവും ചിലപ്പോൾ അപൂർവമെങ്കിലും പൂർണ്ണതയുമൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന സമയമായിരിക്കും അള്ളാഹുവിൻ്റെ കൂടെ നമ്മൾ താമസിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ. റമദാൻ അതിനാണ്. ഈ നോമ്പിൽ നമ്മൾ അള്ളാഹുവിൻ്റെ കൂടെയാണ് താമസിക്കേണ്ടത്. മറ്റെല്ലാറ്റിൽ നിന്നും വേർപിരിഞ്ഞ് കരുണാവാരിധിയായ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ്റെയും കൂടെ നമ്മൾ കഴിഞ്ഞുകൂടുക. ഞാൻ ഉണർത്തുന്നു, ഈ റമദാൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട എല്ലാ ഗുണങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പ്രത്യേകം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും വളരെ ഗൗരവത്തോടെ ഓർമ്മിപ്പിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബിയുണ്ട്. അദ്ദേഹം ഒരിക്കൽ സുബഹി നിസ്കരിച്ചിട്ട് റസൂല് വർത്തമാനം പറയും ആളുകളോട്. നമ്മളൊക്കെ സുബഹി നിസ്കരിച്ചിട്ട്, സുബഹിക്കൊക്കെ ആളുകൾ കുറവായിരിക്കും പള്ളിയിൽ. ഈ റമദാന് കണ്ടിട്ട് നമ്മൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. സുബഹി നോക്കിയാൽ മുസ്ലിം ഉമ്മത്ത് ജയിക്കുമെന്നൊക്കെ നമുക്ക് മനസ്സിലാവും ഏകദേശം. ഈ സമുദായം RSSനെ തോൽപ്പിക്കുകയോ അമേരിക്കനെ തോൽപ്പിക്കുകയോ ഇസ്രായേലിനെ തോൽപ്പിക്കുകയോ എന്നൊക്കെ മനസ്സിലാക്കാൻ സുബഹി മാത്രം എടുത്താൽ മതി. നിങ്ങൾ സുന്നി, മുജാഹിദ്, ജമാഅത്ത്, CPM, കോൺഗ്രസ്, BJP ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കും എനിക്കും പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെടുമെന്നറിയാനുള്ള അടയാളം സുബഹി നമസ്കാരത്തിന്, റമദാനിലല്ല, റമദാൻ്റെ മുമ്പ്, റമദാൻ്റെ ശേഷം എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നോക്കിയാൽ മതി. സുബഹി ഫിറ്റാണെങ്കിൽ ഈ സമുദായം ഫിറ്റാണ്. ഇത് ഫിറ്റ്നസ് ഉള്ള ഉമ്മത്താണ്. ഇതിനെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും ഒരുത്തനും കഴിയില്ല. ഒരു നരേന്ദ്രമോദിയും ഒരു അമിത്ഷായും ഒരു യോഗിയും. ഇനി അങ്ങനെ ആ സ്വഭാവത്തിൽ ആരൊക്കെ നിങ്ങൾക്ക് വേണ്ടി കുരുക്കുകളും വലകളും ചുഴികളും കുഴികളും ഒക്കെ കുഴിച്ചു വെക്കുന്നുണ്ടോ, ഒരുത്തനും നിങ്ങൾ കീഴ്പ്പെടുത്താൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ സ്വയം പരാജയപ്പെട്ടവരാണെങ്കിൽ ഹയ്യാല സ്വലാ വരീൻ, നമസ്കാരത്തിലേക്ക് വരീൻ. ഹയ്യാലൽ ഫലാ, വിജയത്തിലേക്ക് വരുവിൻ. നമസ്കാരമാണ് വിജയം. വിജയത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നുവടി നമസ്കാരമാകുന്നു. അസ്സലാത്തു ഖൈറും മിനന്നൗം, ഉറക്കിനേക്കാൾ ഉത്തമമാണ് നമസ്കാരം എന്ന് പറയുന്നത്. ഉറങ്ങിപ്പോകുന്ന കാലഘട്ടമാണിത്. ഉണർന്നിരിക്കുന്നവരെക്കാർ മരിച്ചുപോയ ജഡങ്ങൾ പോലെ മനുഷ്യരും ഭരണകൂടങ്ങളും മതനേതൃത്വങ്ങളും ഒക്കെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അനക്കമില്ല. ഇറാനിൽ 165 കുട്ടികളെയാണ് ഇറാനിലെ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി ട്രംപും നെതന്യാഹുവും കൂടിയിട്ട് ബോംബിട്ട് നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത്. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച് മടങ്ങുന്ന അതിഥി ദേവോ ഭവ, അതിഥിയോട് ഏറ്റവും നന്നായി പെരുമാറണം. ദൈവതുല്യരാണ് അതിഥികൾ. വിശാഖപട്ടണത്ത്
അഭ്യാസം കടന്ന് ഇന്ത്യയുടെ ക്ഷണം സ്വീകരിച്ച് വന്ന കപ്പലിനെ അമേരിക്കയുടെ ടോർപിഡോ കടന്നാക്രമിച്ചു. 160 കപ്പൽ ജീവനക്കാരിൽ 85-90 ആളുകളും കടലിൽ മുങ്ങിത്തന്നിരിക്കുന്നു. കാമാന്നൊരക്ഷരം പറയാൻ ഉറങ്ങുകയാണ് ഭരണകൂടങ്ങൾ. അവർ ഉറക്കെന്ന് പറയുന്നത് അല്ല വെറുതെ പറയണമൊന്നുമല്ല, ബോധത്തോടു കൂടി ഉറങ്ങുക. അദാനുല്ലാ യസ്മഊന ബിഹാ, അബ്സാറുല്ലാ യുബ്സിറൂന ബിഹാ, ഖുലൂബുല്ലാ യഫ്ഖഹൂന ബിഹാ. കണ്ണ് തുറന്നിരിക്കുന്നില്ല അവർ, കാത് തുറന്നിരിക്കുന്നില്ല അവർ, ഹൃദയങ്ങൾ ഇളകി മറിയുന്നില്ല അവർക്ക്. മയക്കത്തിലാണവർ, മയക്കുവെടി കൊണ്ടതുപോലെ ഉറങ്ങിപ്പോവാണ് നമ്മൾ. സുമ്മൻ ബുക്കുമുൻ, അന്ധരും ബധിരരും മൂകരുമാണവർ. പ്രതികരണമില്ല, പ്രതിരോധമില്ല, പ്രതിഷേധമില്ല. ഒന്നിനോടും കുത്തിതോവിച്ചാൽ പോലും ഇക്കിളിപ്പെടുത്തിയാൽ എഴുന്നേൽക്കും. ഞാൻ ആ വശം അവിടെ വെക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അതുകൊണ്ട് ഉണർന്നിരിക്കാൻ. ഉറക്കിനേക്കാൾ ഉത്തമമാണ് ഉണർവ് എന്ന് പറയുന്നത്. നിങ്ങൾ വരൂ സുബഹി നമസ്കാരത്തിന്. റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുക എന്താവും എന്നുള്ളത്. അപ്പോൾ തിരിക്കും. അത് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് വിടുകയാണ്. സമുദായമോ സംഘടനയോ ഒന്നും ആരെയതിൽ നമ്മൾ എവിടെയും കൊണ്ടുവെക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒറ്റയ്ക്ക് സുബഹി നിസ്കരിച്ച റസൂലിൻ്റെ ചുറ്റും സഹാബത്ത് കൂടിയിരിക്കും. അങ്ങനെ റസൂലിൻ്റെ അടുത്ത് സഹാബികൾ വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ റസൂൽ ഓരോരുത്തരോടും ചോദിക്കും, എന്തെങ്കിലും പുതിയ സംഭവങ്ങളുണ്ടോയെന്ന്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ ചോദിച്ചു, മുആദേ അനക്കെന്തെങ്കിലും പറയാനുണ്ടോ, പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നിനക്കെങ്ങനെയാണെന്ന് നേരം വെളുത്തത്? ഇന്ന് രാവിലെ എനിക്കെങ്ങനെയാണ് നേരം വെളുത്തത്? പലതും പലരായിട്ടാണ് നേരം വെളുക്കാറുള്ളത്. ഒന്നായിട്ട് ഉറങ്ങാനും കഴിയാറില്ല, ഒന്നായിട്ട് എഴുന്നേൽക്കാനും കഴിയാറില്ല. പല കഷണങ്ങളായി വിഭജിക്കപ്പെട്ട പലതിനു വേണ്ടിയും ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അള്ളാഹ്ക്ക് ചുറ്റും കറങ്ങുന്നതിന് പകരം പല കിബിലകൾക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം കൂടെ താമസിച്ച് അള്ളാഹുവിനോടൊപ്പം മുഴുകുന്നതിന് പകരം മറ്റു പലതിൻ്റെ കൂടെയും മുഴുകി. ഇത്തികാഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. ഇത് പള്ളിയിലിരിക്കണതിനെ കുറിച്ചൊന്നുമല്ല പ്രയോഗം. എല്ലാ സമയത്തും നിങ്ങൾ ഇരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കൂടെയാണ്, സംഘടനകളുടെ കൂടെയല്ല, പാർട്ടികളുടെ കൂടെയല്ല, ദേശങ്ങളുടെയും സമുദായങ്ങളുടെയും വർഗങ്ങളുടെയും കൂടെയല്ല, നിങ്ങളുടെ കൃത്രിമ താല്പര്യങ്ങളുടെ കൂടെയല്ല. അള്ളാഹുവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇരിക്കുക. അള്ളാഹുവിൻ്റെ താല്പര്യങ്ങൾക്ക് ചുറ്റും നിങ്ങൾ കറങ്ങുക. വിഭജിക്കപ്പെട്ട രൂപത്തിൽ ഉറങ്ങുന്നവരും ഉണരുന്നവരുമൊക്കെയാണ് ഞാനും നിങ്ങളും. എങ്ങനെയാണ് കിടക്കണമെന്ന് വെച്ചാൽ 1000 പണിയുണ്ട്. ഉറങ്ങാൻ നമുക്ക് പോകുമ്പോൾ, ഉണരുമ്പോൾ അതിനേക്കാൾ പണി കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ റസൂല് ചോദിക്കുക, എങ്ങനെയാണ് നിനക്ക് നേരം വെളുത്തത്? രാത്രി കിടന്ന് നേരം വെളുക്കുമ്പോൾ എങ്ങനെയാണ് എഴുന്നേറ്റ്? അത് മറുപടി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, സത്യവിശ്വാസി മുഅ്മിനായിക്കൊണ്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത്. ഞാൻ രാത്രി കിടക്കുന്നതും സത്യവിശ്വാസിയായിക്കൊണ്ടാണ്. അപ്പൊ റസൂല് പറഞ്ഞു, നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ, മുസ്ലിമും അതുപോലെ തന്നെ മുജാഹിദും സുന്നിയും ജമാഅത്തും CPM-ഉം കോൺഗ്രസും BJP ഒക്കെ ആയിട്ട് തന്നെയാണല്ലോ നമ്മളും കിടക്കണത്. നമ്മുടെ വലതായിട്ടാണ് നമ്മളും കിടക്കുന്നത്. സത്യവിശ്വാസിയായി, മുഅ്മിനായി, മുസ്ലിമായി, മുഹ്സിനായി ഞാൻ കിടന്നുറങ്ങുന്നു, ഞാൻ ഉറങ്ങുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോഴും. അപ്പോൾ റസൂല് ചോദിച്ചു, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? അവനവൻ്റെതായിട്ട് തന്നെയല്ലേ എല്ലാവരും കിടക്കുക? എന്താണ് മുആദ് ബിൻ ജബൽ ഉദ്ദേശിച്ചത്? മുആദ് വലിയ പണ്ഡിതനായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ വളരെ ആദരവോടുകൂടി മുആദ് ബിൻ ജബലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഫലസ്തീനിൽ വെച്ചിട്ട് പ്ലേഗ് പിടിച്ചിട്ട് മരിക്കുകയാണ്. അബൂബൈദത്തുൽ ജറാഹും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒക്കെ ഫലസ്തീനിൽ വെച്ചുകൊണ്ടാണ് പ്ലേഗ് പിടിച്ച്, പകർച്ചവ്യാധി പിടിച്ചിട്ട് മരണപ്പെടുകയാണ്. അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് ഖലീഫയാകുന്ന സമയം അദ്ദേഹം വഫാത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ കുത്തേറ്റ് കിടക്കുകയുള്ളൂ. അപ്പോൾ ഖലീഫമാര് ഇനി ആരെയാണ് ഇതിൻ്റെ നേതൃത്വമാക്കുക, ഇസ്ലാമിൻ്റെ നേതൃത്വമായിട്ട് ആരെയാണ് നിശ്ചയിക്കുക? 6 അംഗ കമ്മിറ്റി എന്ന് യോജിക്കുന്നുണ്ട്. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് അപ്പോൾ പറയുന്നുണ്ട്, മുആദ് ഉണ്ടായിരുന്നെങ്കിൽ, മുആദ് ഇബ്നു ജബൽ ഉണ്ടായിരുന്നെങ്കിൽ, പണ്ഡിതന്മാരുടെ നേതാവ് എന്ന് പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെ റസൂൽ വിശേഷിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് മുആദ് ഇബ്നു ജബൽ. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഖലീഫ സ്ഥാനം ഞാൻ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ആ മുആദാണ്. അപ്പം മുആദ് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ കിടക്കുമ്പം ഒരിക്കലും നേരം വെളുക്കുമ്പോൾ ഞാൻ എഴുന്നേൽക്കുമെന്ന് ഞാൻ വിചാരിക്കലില്ല. ഞാൻ നേരം വെളുക്കുമ്പോൾ ഞാൻ എഴുന്നേൽക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കാറില്ല. ഞാനും നിങ്ങളൊന്നും അങ്ങനെ വിചാരിക്കലില്ലല്ലോ. ധൈര്യത്തിൽ പോയിട്ട് കിടക്കലല്ലേ, സുന്ദരമായിട്ട് കിടക്കും. എന്താണെങ്കിലും എണീക്കും രാവിലെ. നമ്മുടെ പാർട്ടിയും സംഘടനയും കച്ചവടവും കൃഷിയും സമ്പത്തും വ്യവസായവും ഒക്കെ ആയിട്ട് നമ്മൾ കെട്ടിപ്പറയും. ഒരു സംശയവും നമുക്കില്ലേ. ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നാളെ രാവിലെ, ഇന്ന് രാത്രി കിടക്കുമ്പോൾ രാവിലെ ഞാൻ എഴുന്നേൽക്കുമെന്ന് ഒരു പ്രതീക്ഷയും എനിക്കുണ്ടാവില്ല റസൂലേ. ഇനി നേരം വെളുത്താലോ,
വൈകുന്നേരമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കലില്ല. വൈകുന്നേരങ്ങളിൽ എത്രയോ മയ്യത്തേട്ട് നമ്മളൊക്കെ പോയിട്ടില്ലേ? മരിച്ച നമ്മുടെ പല ആൾ ഇപ്പം നോമ്പിനും കുറേ മയ്യത്തൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ടില്ലേ? നമ്മുടെ വാപ്പാൻ്റെ മയ്യത്തുണ്ടോ, ഉമ്മാൻ്റെ മയ്യത്തുണ്ടോ, ഇണകളുടെ മയ്യത്തുണ്ടോ, കുട്ടികളുടെ മയ്യത്തുണ്ടോ, സഹപ്രവർത്തകരുടെയും അനുയായികളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ മയ്യത്തേട്ട് നമ്മൾ കബറിടങ്ങളിലേക്ക് പോകലില്ലേ? കബറടക്കി പോരല്ല. അപ്പം നമ്മൾ വിചാരിക്കണം ഓനടക്കി ഇനി നമ്മളാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നല്ല, ഇവിടെ ഞാനാണ് കേസരി, ഇനി ഞാനാണ് എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുക. ഇമാം ഹസനുൽ ബസരി റഹ്മഹുല്ലാ ഒരു മയ്യത്തിൻ്റെ കൂടെ പോവാണ്. അപ്പോൾ ആൾക്കാർ ചോദിച്ചത് ആരുടെ മയ്യത്താണെന്ന്. പണ്ടൊന്നും ഇപ്പം അങ്ങനെ അറിയില്ലല്ലോ പെട്ടെന്ന് ആരെ മയ്യത്ത് ആരും വരുന്നത്. ഇതിൻ്റെ സോഷ്യൽ മീഡിയകളിലുണ്ട്, പെട്ടെന്ന് ഫ്ലാഷാകും. അപ്പോൾ ഹസനുൽ ബസരി പറഞ്ഞു, ഇത് എൻ്റെ മയ്യത്താണ് കൊണ്ടുപോണത്, നിൻ്റെ മയ്യത്താണ് ഈ കൊണ്ടുപോണത്. അവൻ്റെ മുഖമൊക്കെ ചുമക്കാൻ തുടങ്ങി, ദേഷ്യമൊക്കെ വന്ന് സങ്കടമൊക്കെ വന്ന്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മരിച്ചു എന്ന് പറയേ. മരിച്ച വാർത്ത ജീവിച്ചിരിക്കുന്ന ഒരാളെക്കുറിച്ച് പത്രത്തിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും? പിറ്റേന്ന് ആ പത്രത്തെ നമ്മൾ ഹരാക്കിരി ചെയ്യും, കാരണം ജീവിച്ചിരിക്കുന്നവരെ കൊല്ലാൻ ശ്രമിച്ചാൽ. അപ്പോൾ ഹസനുൽ ബസരി പറഞ്ഞു, എനിക്ക് പറ്റിയിട്ടില്ലല്ലേ? ഞാൻ പറഞ്ഞത് എൻ്റെ മയ്യത്തല്ല, എൻ്റെ മയ്യത്താന്ന് വിചാരിച്ചാൽ മതി. എന്നിട്ട് ഹസനുൽ ബസരി പറഞ്ഞു, മരിച്ചവരെ കുറിച്ച് ഇടങ്ങേറാവുണ്ടോ, പക്ഷെ ഞാൻ ഈ വാതിൽ തുറക്കാൻ നിൽക്കുകയാണ്, മരണത്തിൻ്റെ വാതിൽ തുറക്കാൻ നിൽക്കുകയാണ്. മരണം ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ സംഘർഷഭരിതമായ ഘട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെ പരിശോധിക്കാൻ സുന്നി മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. CPM-ഉം കോൺഗ്രസും BJP, അമേരിക്ക, അറബി എന്നുള്ള ഇതൊന്നും പറയണേ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ആരും ടാർഗറ്റ് ചെയ്ത് പറയണ വർത്താനൊന്നുമല്ല. നമുക്കൊന്ന് പുറത്തേക്ക് വരണമല്ലോ ഇതിൻ്റെയൊക്കെ പുറത്തേക്കും കിട്ടും. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ കിടന്നിട്ട് നമ്മൾ അതാണെന്ന് തെറ്റിദ്ധരിക്കുന്നതിനപ്പുറം നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്? അല്ലാഹ് ഒരൊറ്റ വെല്ലുവിളിയാണ് വിളിച്ചിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ഹാദു, ഈ യഹൂദന്മാരെന്ന് പറയുന്നവരെ നെതന്യാഹുവിൻ്റെ ടീമാണ്. ഭീരുക്കൾ, തുരപ്പന്മാർ, കാട്ടുപന്നികളെ പോലെ ഒളിച്ചോടുന്നവർ, സകല അഭയകേന്ദ്രങ്ങളിലും ഒളിഞ്ഞു മാറുന്നവർ, അല്ലാഹു ഞങ്ങളുടേതാണ്, അല്ലാഹു ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതാണ് നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിയോ നിങ്ങൾ? ഇന്ത്യയെയും അമേരിക്കയെയും ഫലസ്തീനെയും ഇറാനെയും ഒക്കെ ലോക നിയമങ്ങളുടെയും സത്യത്തെയും നീതിയെയും ഒക്കെ കൊഞ്ഞനം കാട്ടി കരിമ്പട്ടികയിൽ ചവിട്ടിക്കയറാൻ ഇവർക്ക് ധൈര്യം പകരുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് ഞങ്ങൾ. ഇതാണ് ഇസ്രായേലിന്റെ വിശ്വാസം. ഞങ്ങൾക്കാണ് സ്വർഗം. അഥവാ നരകത്തിലിട്ടാൽ തന്നെ അപ്പൊ തന്നെ അള്ളെടുത്തിട്ട് ശുദ്ധീകരിക്കും. ഇന്ത്യയിലെ ബ്രാഹ്മണർക്ക് ആ വാദമുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ കടന്നു പോകണില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് ഞങ്ങൾ എന്താണെങ്കിലും സ്വർഗാവകാശം. ക്രിസ്ത്യാനികൾ സ്വർഗത്തിൽ പോവില്ല, മുസ്ലിങ്ങൾ പോവില്ല. കാലത്തിൽ യഹൂദ് ലൈസത്തിൻ നസാറ ലാ ഷൈഇൻ, യഹൂദികൾ പറയുന്നു ക്രിസ്ത്യാനികൾക്ക് ഒരു അടിസ്ഥാനമല്ലാന്ന്. വഖാലത്തിൻ നസാറ ലൈസത്തുൽ യഹൂദ് ലാ ഷൈഇൻ, യഹൂദന്മാർ പറയുന്നു ക്രിസ്ത്യാനികൾ പറയുന്നു യഹൂദന്മാർക്ക് ഒരു അടിസ്ഥാനമല്ല. അള്ളാഹ് ഇതിനെയൊക്കെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മളൊക്കെ നടത്തുന്നുണ്ട്. ഷിയ പോവില്ല, സുന്നി പോവില്ല, മുജാഹിദ് പോവില്ല, തബ്ലീഗ് പോവില്ല, അഹ്ലെ ഹദീസ് പോവില്ല, ത്വരീഖത്ത് പോവില്ല. ഓരോ സംഘടനയും ഞാൻ മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹ് ഇതിനൊന്നും വിട്ടിട്ടില്ല. ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, നിങ്ങളെ സംഘടനയും നിങ്ങളെ മതമൊക്കെ പറഞ്ഞിട്ട് സ്വർഗവും നരകവും കിട്ടും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ആരാണോ അള്ളാഹിനെ അനുസരിച്ചവർ, ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, അവനെ സ്വന്തം മുഖത്തെ ദൈവത്തിന് സമർപ്പിച്ചവർ, അള്ളാഹ്ക്ക് നൽകിയവർ ആരാണോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവനെ ഖേദിക്കേണ്ടി വരില്ല, സങ്കടപ്പെടേണ്ടി ഒന്നും വരില്ല, ഒരിക്കലും പേടിക്കേണ്ടി വരില്ല. അപ്പം ഞാൻ പറഞ്ഞത്, യഹൂദന്മാർ അള്ളാഹ് വെല്ലുവിളിച്ചു. എന്തു പറഞ്ഞിട്ട്? നിങ്ങൾ അള്ളാന്റെ ആൾക്കാരല്ലേ, സ്വർഗല്ലേ നിങ്ങൾക്ക്, ഉറപ്പല്ലേ, നോമ്പൊക്കെ എടുത്തിക്കല്ലേ കാര്യങ്ങളൊക്കെ അല്ലേ, ഇഷ്ടംപോലെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണില്ലേ, പല പുണ്യകർമ്മങ്ങളും ചെയ്യണില്ലേ. ഇന്ന് നമ്മൾ വീഴുകയാണെങ്കിൽ, ഇന്ന് നമ്മൾ മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിലേക്കല്ലേ ഈ ഇരിക്കണ ഓരോരുത്തരും ഞാനും നിങ്ങളൊക്കെ പോവാ. എന്തിനു പേടിക്കണം നമ്മൾ? എന്തിനെയാണ് നമ്മൾ ഭയപ്പെടുന്നത്? അള്ളാഹ് വെല്ലുവിളിക്കുക, എടോ യഹൂദ, സന്മാർഗത്തിലാണെന്ന് പറയുന്നവരെ, നീ പറയുന്നു നീ അള്ളാന്റെ ആളാണെന്ന്, സ്വർഗം നിനക്കുള്ളതാണ് എന്ന്. ഫതമന്നഉൽ മൗത ഇൻ കുൻതും സാദിഖീൻ, നിനക്ക് മരണം ആഗ്രഹിക്കാനുള്ള ധൈര്യമുണ്ടോ? നിങ്ങളുടെ സംഘടനയും പാർട്ടിയും ഒക്കെ വിട്. വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇന്ന് എനിക്കുണ്ടോ ധൈര്യം? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ. നിങ്ങൾക്കുണ്ടോ ധൈര്യം? ഇന്ന് മരിക്കുന്നു പറയുകയാണെങ്കിൽ പള്ളിയിലേക്ക് പോലും ഞാൻ പോരൂല, ഉറപ്പാ അവിടെ ഇരിക്കും. എവിടെയാണ് ഇരിക്കാൻ പറ്റാതെങ്കിൽ മരിക്കാതിരിക്കാൻ ന്യായങ്ങളും എനിക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും കിട്ടാൻ എന്തൊക്കെ വഴിയുണ്ടോ അവിടെയൊക്കെ ഞാൻ ഇരുന്ന് നോക്കും. പക്ഷെ ഞാൻ ഇപ്പം വിചാരിക്കണത് അടുത്തൊന്നും സംഭവിക്കൂല എന്ന്. ഒന്നും പറയാനൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഒരാൾ ഇവിടെ കുഴഞ്ഞു വീണുകൊണ്ടേയിരിക്കുകയാണ്. സ്റ്റേഡിയത്തില്, കളിക്കളത്തില്, ബസ്സില്, ഡ്രൈവർ ഇങ്ങനെ KSRTC ഓട്ടിയും കൊണ്ടിരിക്കുമ്പോൾ മുപ്പരണ്ട് വീഴാണ് കുഴഞ്ഞിട്ട്.
കണ്ടക്ടർ ഓടി വന്നിട്ട് ബ്രേക്ക് ഇട്ട് ഒരു സാധനത്തിനോട് കയറ്റിക്കൊണ്ട് ബാക്കിയുള്ളവർ രക്ഷപ്പെട്ട്. ആള് കുഴയാണ്. ഇതിന് സമയമൊന്നുമില്ല, കാലൊന്നുമില്ല, സന്ദർഭമൊന്നുമില്ല. അല്ല എപ്പോ വേണമെങ്കിലും നിങ്ങളെ വിളിക്കും. കാരണം നിങ്ങളുടെ കയ്യിലല്ല ജനന മരണങ്ങളുടെ നിയന്ത്രണം എന്ന് പറയുന്നത്. അത് CPM-നെയും കോൺഗ്രസിനെയും ലീഗിനെയും ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. അമേരിക്കനെയും അറബികളെ ഇന്ത്യനൊന്നും ഏൽപ്പിച്ചിട്ടില്ല. നിന്റെ ജനനവും മരണവും ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ജനന മരണങ്ങളുടെ നിയന്ത്രണകൻ, അതിനെ നിശ്ചയിക്കുന്നവൻ, അതിന്റെ സമയം പോലും നിർണയിച്ചിട്ടുള്ളത് ഈ ഗംഭീരനായ, നീ ഒപ്പം താമസിക്കേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ വീണെന്ന് വെച്ചൊന്നിപ്പം എന്താ ഉപയോഗിക്കാൻ പോണത്? ഇന്ന് വൈകുന്നേരം ചിലപ്പോൾ അടക്കലുണ്ടാവില്ല. കാരണം ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. ഇനിയിപ്പോൾ ജുമയൊക്കെ കഴിഞ്ഞ് നേരം കിട്ടൂല, മയ്യത്ത് നടക്കാൻ നേരം കിട്ടും. ആരെങ്കിലും വീണാൽ ചിലപ്പോൾ കിട്ടൂല. നിങ്ങൾ വീണ്ട, ഞാൻ വീണെന്ന് വിചാരിച്ചോ? ഞാൻ വീണെന്ന് വെച്ചോ? എന്താ സംഭവിക്കാൻ പോണത്? എൻ്റെ പെണ്ണുങ്ങൾ എന്നെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് കൊണ്ടോട്ടിയാണ്, ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേനെത്തും, ഈ പെരുന്തൽമണ്ണൊക്കെ വരണം. പല പ്രോഗ്രാമുകളും ഉണ്ട്. അതൊക്കെ കൂടി കൂട്ടി ഘടിപ്പിച്ച് കെട്ടി വെക്കണം നമ്മൾ. അപ്പോഴാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകണ വിടുന്നത്. ഞങ്ങളെ കൊണ്ടുപോകുന്ന പറയുമ്പോൾ നിങ്ങൾക്ക് ഇടങ്ങാറായിരിക്കും. അസൽ ബസരി പറഞ്ഞ പോലെ എന്നോട് എന്നെ കൊണ്ടുപോയാൽ മതിയല്ലോ. നിങ്ങളതിലെടുത്തിട്ട് കൊണ്ടുപോവാണ്. രാവിലെ പുറപ്പെട്ട ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഈ കുടുക്ക് പോലും ഞാൻ അഴിക്കണില്ല, എൻ്റെ പാൻറ് പോലും ഞാൻ അഴിക്കണില്ല, ഈ ടവല് പോലും എനിക്ക് മാറ്റാൻ പറ്റണില്ല. എൻ്റെ മയ്യത്തിനെ കത്രിക വെച്ചിട്ട് നിങ്ങൾ കീറും. പാൻറ്റും കുപ്പായൊക്കെ മാറിയിട്ട് ഒരു കഷ്ണം തുണി അതിൻ്റെ മേലെ കൂടെ ഇടും. ഇനി പെരയെ കണ്ടെത്തിയുള്ള ഗതികേടെന്താ? എന്താണ് അവസ്ഥ? ഞാൻ ഇരുന്ന കട്ടില് പെണ്ണുങ്ങൾ പറയരുത്, ഇവിടെയാണ് ഇരുന്നിരുന്നത്. മുമ്പ് ഇങ്ങോട്ട് ഇരുത്തണം. ഇവിടെ ഇരുന്നിട്ടാ TV കണ്ടിരുന്നത്, ഇവിടെ ഇരുന്നിട്ടാ മൊബൈല് നോക്കല്, ഇവിടെ ഇരുന്നിട്ടാണ് മൂപ്പര് പത്രം വായിക്കല്, ഇവിടെ ഇരുന്നിട്ടാണ് മൂപ്പര് ഭക്ഷണം കഴിക്കല്. അതുകൊണ്ട് അങ്ങോട്ട് കിടത്ത്, അവിടെ ഇരുത്ത്. ഇയാൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇയാൾ ഒരുക്കിയിട്ട് അവിടേക്ക് ഒന്ന് കൊണ്ടുപോയിട്ട് ഇരുത്ത്. ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നിങ്ങൾ എങ്ങോട്ടും കൊണ്ടുപോകേണ്ട കാര്യമില്ല. വീട്ടിന്റെ കോലായിലോ മുന്നിലോ വിശാലമായ ഇടുങ്ങിയതോ ആയ ഒരു സ്ഥലത്ത് ഒരു കട്ടിലോട്ടിട്ട് അകത്തേക്ക് എന്തിനു കയറ്റണം? ആർക്കാണ് ഇതിനാവശ്യമുള്ളത്? സുമ്മ അമാതഹു, നിന്നെ മരിപ്പിക്കടോ ഞാൻ. എന്നെ കൊണ്ടുപോയിട്ട് ഞാൻ ഖബറടക്കുകയും ചെയ്യും. അള്ളാഹ് പറയണ വർത്താല, നിന്നെ ഞാൻ മരിപ്പിക്കും. എത്രയും ഗംഗേമനായവൻ ഒന്നും അല്ലാതെയായി. ആരാ അതിന്റെ കൂടെ നിൽക്കുക? ആർക്കാണ് ഇതിന് ആവശ്യമുള്ളത്? ഈ മയ്യത്തിന് ആർക്കാ ആവശ്യമുള്ളത്? പെണ്ണുങ്ങൾക്ക് ആവശ്യമുണ്ടാവും. എന്റെ പെണ്ണുങ്ങൾക്ക് എന്നെ വേണോ? ഇനി മയ്യത്തിന് എന്റെ നേതാവിനെ വേണോ? എന്റെ അനുയായികൾക്ക് വേണോ? സഹപ്രവർത്തകർക്ക് വേണോ? രക്തബന്ധുക്കൾക്ക് വേണോ? എന്റെ മനുഷ്യന്മാരെ, നിസ്സാരത ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ നിങ്ങളും ഇന്ന് വരെ കങ്കേമനായി വിലസിയവൻ, അടിച്ചു പൊളിച്ചു പോയവൻ, അധികാരത്തിന്റെയും സമ്പത്തിന്റെയും ഒക്കെ പ്രൗഢി കൊണ്ട് പ്രകടനം നടത്തിയവൻ, ഇതൊക്കെ കിടക്കണ് വീണിതല്ലോ, കിടക്കുന്നു ധരണയിൽ. അനക്കല്ലേ, ഉണ്ടാട്ടല്ലേ. അവസാനം എല്ലാരും കൂടി തീരുമാനിക്കും, ഇതിനും കെട്ടിവെച്ച് നിന്നിട്ട് കാര്യമില്ല, കൊണ്ടോണം, പെട്ടെന്ന് എടുക്കണം ഇവിടുന്ന്, നമുക്ക് വേറെ പണിയില്ലേ. അതുകൊണ്ട് ഈ സാധനം കൊണ്ടിട്ട് എവിടെയെങ്കിലും അടക്കം ചെയ്യണം, എന്നെ കൊണ്ടുപോകണം. ഇമാം ഹസൻ ബസരി അതാ പറഞ്ഞ്, ഫൈദാ ഹമൽത ഇലൽ ഖുബൂരി ജനാസ, നീ ഒരു മയ്യത്തിന്റെ കൂടെ പോകുമ്പം ഫഅലം ബി അന്നക ബഅദഹാ മഹ്മൂലു, എല്ലാരും മയ്യത്ത് കേട്ടിട്ട് പോകും, പക്ഷെ നാളെ അന്റെ ഊഴമാണ്. നിന്നെയും ഇതുപോലെ എടുത്തിട്ടവരൊരു പോക്ക് പോകും, കൊണ്ടുപോയിട്ട് വെക്കാൻ, ഖബറിലേക്ക് താഴ്ത്താൻ. ഇങ്ങളെയൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കാനിരിക്കണം. നിങ്ങളൊന്ന് കുറച്ചും കൂടി ഒന്ന് ഇരുന്നിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിപ്പം വീഴുകയാണെങ്കിൽ, എന്റെ പരിപാടി ഒന്ന് 6 മണിക്ക് തന്നെ തീർക്കട്ടോ, ഞാൻ വീഴാണെങ്കിൽ. കാരണം ആരും വരാനൊന്നുമില്ല, കാത്തിരിക്കാനൊന്നുമില്ല. ഇനിയിപ്പോ വന്നാലെന്താ, പോയാലെന്താ? ആര് വന്നു, ആര് കണ്ടു? ഇവരാരെങ്കിലും പോരും എന്റെ കൂടെ എനിക്ക് എന്തെങ്കിലുമായിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ, എന്നെ സഹായിക്കാൻ, എനിക്ക് താങ്ങുന്നണലുമാവാൻ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമനെ കബറടക്കിയിട്ട് കുറേ നേരം അവിടെ നിൽക്കുന്നുണ്ട്. ഫാത്തിമ, ഇതിന്റെ കരളിന്റെ കഷ്ണമുണ്ടോ? എനിക്ക് എന്നോടുള്ളൊരു ഇഷ്ടം എന്താണെന്നറിയില്ല, എന്നോട് വേർപെട്ടു പോയിരിക്കുന്നു. അസ്സലാമു അലൈക്കി ഫാത്തിമ. പക്ഷേ എനിക്കത് സഹിക്കാൻ കഴിയും, കാരണം എന്നെക്കാൾ വലിയ ഇഷ്ടപ്പെട്ടവനായിരുന്നു എനിക്ക് പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ കുളിപ്പിച്ചതും ഖബറിലേക്ക് ഇറക്കിയതും ഒക്കെ ഈ കൈകൊണ്ടാണ്. ആ അള്ളാഹുവിന്റെ റസൂലിനെ മണ്ണിലേക്ക് ഇറക്കി വെച്ചത് ഞാനാ. അതുകൊണ്ട് ഫാത്തിമ, എൻ്റെ വേർപാട് എനിക്ക് സഹിക്കാൻ പറ്റും, എനിക്ക് സഹിക്കാൻ പറ്റും. നീയാണ് നമ്മളെ കൂട്ടത്തുനിന്ന് ആദ്യം പോണത് അള്ളാന്റെ അടുത്തേക്ക്, റസൂൽ എൻ്റെ വാപ്പാന്റെ അടുത്തേക്ക്. ഈ സലാമൊക്കെ പറയും, എൻ്റെ സലാമൊക്കെ പറയും. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ വെച്ചിട്ട് കണ്ടുമുട്ടാം. എന്നിട്ട് പറയണ വർത്താനുണ്ട്, ഫാത്തിമ, അനക്ക് ഉപകാരം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു കുറേ നേരം. ഞാനിവിടെ നിന്നത് കൊണ്ട് നിനക്ക് ഫലമുണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ നിൽക്കുമായിരുന്നു. ഞാൻ നിന്നിട്ടെന്താ, പോയിട്ടെന്താ? എന്താണ് നമുക്ക് ലഭിക്കാനിരിക്കുന്നത്? പ്രിയമുള്ള സഹോദരങ്ങളെ, വല്ലാത്ത
നമ്മളുടെ ഓരോ ദിവസവും റസൂൽ തിരുമേനി പറയുന്നുണ്ട്, ആസ്വാദനങ്ങളുടെയും ആഘോഷങ്ങളുടെയും ആഡംബരങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ആശകളുടെയും ഒക്കെ മാസ്മരിക ലോകത്ത് നിന്ന് നിങ്ങളെ ഇറക്കിക്കൊണ്ടുവന്ന് ജീവിത യാഥാർത്ഥ്യത്തിന്റെ മർമ്മത്തിലേക്ക് ഒരു നിമിഷം കൊണ്ട് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ആലോചിക്കുക. ഞാൻ പറഞ്ഞത് നമ്മളാണ് അവസാനിപ്പിക്കുക. ഫാസൽ ബസരി പറഞ്ഞതാ മുആദ് ബിൻ ജബൽ, ഞാൻ വൈകുന്നേരമായ ഞാൻ ഉണ്ടാവും ഞാൻ വിചാരിക്കലില്ല. വൈകുന്നേരം ആവുമ്പോഴേക്ക് ചിലപ്പോൾ ഞാൻ പോവും. എൻ്റെ ഒരു കാല് മുന്നോട്ട് വെച്ചാൽ അടുത്ത കാല് എടുത്തു വെക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കലില്ല. സ്ട്രോക്ക്, സ്പൈനൽ കോഡിന്റെ തകർച്ച, ഹൃദയത്തിന്റെ പ്രവർത്തനം ഒക്കെ നിലച്ചിട്ട് ഇല്ല ഞങ്ങളെയൊക്കെ വീട്ടില്. നമ്മൾ എണീച്ച് നടക്കുന്നു. അതുകൊണ്ട് ഒരു അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല. അധികം ഒരു സുബ്ഹാനല്ലാഹ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഒരു അൽഹംദുലില്ലയ്ക്ക് 70,000 പ്രതിഫലം തരും റമദാനിൽ നിങ്ങൾ പറഞ്ഞാൽ. ഒരു സുബ്ഹാനല്ലാഹ്ക്ക് 1 മുതൽ 10 മുതൽ 100 മുതൽ 700 മുതൽ സങ്കൽപ്പിക്കാത്ത പ്രതിഫലം. സൂറത്ത് യാസീൻ ഓതല്ലേ നിങ്ങൾ? വലൗ തമസ്നാ അലാ അയുനിഹിം ഫസ്തബഖുസ് സിറാ. നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച ഞാനെങ്ങാനും എടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മളെ കണ്ണിന്റെ കാഴ്ച അല്ലാണ്ട് എടുക്കുകയാണ്. ഫസ്തബഖുസ് സിറാ. നമ്മളെ കണ്ണിന്റെ കാഴ്ച പോയി. കണ്ണ് കാണാത്തവന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആദ്യം അവന്റെ 6ാം ഇന്ദ്രിയം വർക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ കണ്ണ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യങ്ങളും കണ്ടുപോയാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ മകള് വന്നിട്ട് ഇപ്പ, പെണ്ണ് വന്നിട്ട് ഇക്ക, ജ്യേഷ്ഠൻ വന്നിട്ട് സഹോദര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുമ്പോ ഞാൻ മീൻപറം വന്ന് ചാടി ഇറങ്ങും. ഇതാ എന്നെ വിളിക്കുന്നുണ്ട് വരെ എന്നിട്ട് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണത് ഹസ്തവന്നായുബിസിറോ, എനിക്കങ്ങനെ ചാടി ഇറങ്ങാൻ പറ്റൂലല്ലോ. എനിക്കങ്ങനെ അങ്ങോട്ട് ചാടി ഇറങ്ങിയിട്ട് ഇവിടുന്ന് പോകാൻ കഴിയില്ലല്ലോ. എന്റെ കണ്ണിന് കാഴ്ചയല്ലല്ലോ. എനിക്ക് കളിക്കാനും ഓടാനും ചാടാനും മറയാനും എന്താണ് എനിക്കുള്ളത്? വലൗമസഖ്നാഹും, നിങ്ങളെ നാം ഇരുത്തിക്കളഞ്ഞാൽ. എത്രയോ ആളുകൾ, ഞാൻ എൻ്റെ ഒരു മോളേറ്റ് ഒരു ആശുപത്രിയിൽ കിടന്നിരുന്നു. അപ്പം അതിൻ്റെ അടുത്തുണ്ട് ഒരു 19-20 വയസ്സൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരൻ. നല്ല ഷാറൂഖ് ഖാൻ ദുൽഖർ സൽമാൻ എന്നൊക്കെ പറഞ്ഞ മാതിരി ഗ്ലാമറുള്ള ചെറുപ്പക്കാരനാണ്. ബൈക്കിട്ട് പോയതാണ്. പോയി മുട്ടി സ്പൈനൽ കോഡ് തകർന്ന് കിടക്കാണ് ഒരു കിടത്താണ്. പ്രശ്നം എന്തോ ഉമ്മയും ഉപ്പി അപ്പുറം നിന്നിട്ട് ഇങ്ങനെ വിയർക്കാണ്. പുന്നാര മകനാണ്. കണ്ണടച്ചിട്ടാണെങ്കിൽ കഴിച്ചലായിരുന്നു. പക്ഷെ കണ്ണടക്കണ്ടേ? അടക്കണില്ല എന്ന് മാത്രമല്ല, ഇവന് എല്ലാം മനസ്സിലാവും. പക്ഷെ ഒന്നും ഇങ്ങോട്ട് പറയാൻ കഴിയില്ല. കണ്ണിലിങ്ങനെ കുടുകുടാ വെള്ളം വരും. ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങളെ ഇരുത്തിക്കളഞ്ഞാൽ, ആഴ്ത്തിക്കളഞ്ഞാൽ, വീഴ്ത്തിക്കളഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫമസ്തതാഉ മുദിയൻ, എന്നെ കളിയില്ല, കുളിയില്ല, കിളിയില്ല, തീറ്റയും കുടിയൊന്നുമില്ല, പോക്കും വരവൊന്നുമില്ല, കയറ്റം ഇറക്കൊന്നുമില്ല, ആഘോഷങ്ങളും ആനന്ദങ്ങളും ഒന്നുമില്ല. ഫമസ്തതാഉ മുദിയൻ വലാ യർജിഊൻ, പോക്കും വരവിനൊന്നും നിങ്ങൾക്ക് കഴിയില്ലല്ലോ. കണ്ടോ ഹസൻ ബസരി, ഇതാണ് മുആദ് ബിൻ ജബൽ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ കയ്യിപ്പള് പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഞാൻ വിചാരിക്കലില്ല. എൻ്റെ കണ്ണ് ഇതേപോലെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കലില്ല. എൻ്റെ കയ്യും കാലും ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ സമയവും ഞാൻ വിചാരിക്കലില്ല. എനിക്ക് ഓർമ്മയുണ്ട് റസൂലെ, അതിൻ്റെ കൂടെ ഒന്നുകൂടി ചേർത്ത് പറഞ്ഞു ഹസൻ ബസരി, അല്ലാഹ് റസൂലെ, ഞാൻ നരകത്തിനെ സ്വപ്നം കാണും. നരകം സ്വപ്നം കാണാൻ തന്നെ പാടുള്ളൂ കേട്ടോ. ഒറിജിനലായിട്ട് അയക്ക് ചെന്നാൽ പ്രശ്നം തന്നെയുള്ളൂ. സ്വപ്നത്തിലേ സങ്കല്പിക്കാൻ പാടുള്ളൂ നരകത്തിന്. അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒന്നും നമ്മുടെ ഒരു DNA-യിലും ഇല്ല. ശരീരത്തിന്റെ ഒരു രോമകൂപത്തിന് പോലും തീയിനെ സഹിക്കാൻ തടുക്കാൻ ഒരു വഴിയില്ല. ഈ ജിം കോർബറ്റ് എന്ന് പറഞ്ഞിട്ട് പഴയ ഒരു സാഹിബുണ്ട്, വേട്ടയാടാൻ വേണ്ടിയിട്ടൊക്കെ നടന്നിരുന്നത്. ഈ 18ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷുകാരുടെ കൂടെ, ബ്രിട്ടീഷുകാരൻ തന്നെയാണ്. അപ്പം ഈ വേട്ടക്ക്, പുലിവേട്ട, ആനവേട്ടക്കൊക്കെ വേണ്ടിയിട്ട് പണ്ട് അതുപോലെ ഹോബിയുള്ളത്. അങ്ങനെ അദ്ദേഹം ഒരു ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ, ഉത്തരേന്ത്യയിലെ മഹാരാഷ്ട്രയിലെത്തുള്ള ഒരു ഗ്രാമത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു സതിയുടെ കാഴ്ച കാണുന്നു. ഒരു സതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കുന്നതാണ് സതി എന്ന് പറഞ്ഞത്. കാരണം ഓള് ജീവിച്ചിരുന്നാലും തല മുട്ടയടിച്ച് കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് 4 ചുറ്റുമതിലിൻ്റെ ഉള്ളിൽ പുറത്തിറങ്ങാതെ ഈ പെണ്ണിന് വിവാഹമില്ല, കുടുംബമില്ല, ദുശകുനമായിട്ടിരിക്കണം. അതുകൊണ്ട് മരിക്കും മിക്കവാറും പെണ്ണുങ്ങൾ. ഇങ്ങനെ ചത്തത് നിൽക്കുമ്പോൾ ജീവിച്ചിരിക്കലെന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഭർത്താവിനെ ചിതയിലേക്ക് കൊണ്ടുവരികയാണ് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഭാര്യനെയും കൊണ്ടുവരുന്നുണ്ട്. ആ പൊട്ടൊക്കെ തൊട്ട് ആരതിയൊക്കെ ഒഴിഞ്ഞ് 4 ഭാഗം ചെണ്ടയൊക്കെ കൊട്ടി പ്രാർത്ഥനാ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടിട്ട് ഇവളെ കൊണ്ടുവരാം. അപ്പോൾ ഒരു ഹീറോ മാതിരിയാണ് ഇവർ വരുന്നത്. കാരണം ഭർത്താവിൻ്റെ കൂടെ ചിതയിലേക്ക് വരികയുള്ളൂ. അങ്ങനെ ഭർത്താവിനെ കിടത്തി വിറകൊക്കെ വെച്ച് അതിൻ്റെ മേലെ ഇവളോടും കയറി കിടക്കാൻ പറഞ്ഞ് അവളും കയറി ഇങ്ങോട്ട് അതിൻ്റെ മേലെ വിറകൊക്കെ വെച്ച് തലയുടെ ഭാഗത്ത് തീ കൊടുക്കുന്നു, കാലിൻ്റെ ഭാഗത്തും തീ കൊടുക്കുന്നു, ഇടതും വലതും ഒക്കെ തീ കൊടുക്കുന്നു. തീ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? എന്താ സംഭവിക്കുക? നല്ല കുളിര്, ഭയങ്കര ആനന്ദം, എന്തൊന്നില്ലാത്തൊരു നിർവൃതി, ശാന്തമായിട്ട് വിശ്രമിക്കപ്പോ ഈ AC നമ്മൾ ഇരിക്കണ മാതിരി. ആളോ സഹോദരന്മാരെ,
ഈ തീയിന്റെ പ്രശ്നം എന്താ പറയുക? നിങ്ങള് ഒരു വണ്ടി ഇടിച്ചാൽ ഒരു പ്രശ്നമല്ല, കൈ മുറിഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മൾ തരിച്ചിട്ട് അറിയില്ല. പക്ഷെ തീ അങ്ങനെയല്ല. ശരീരത്തിന്റെ ഓരോ കോശങ്ങളെയും ജീവന്റെ അംശങ്ങളും തുടിപ്പമുള്ള എല്ലാ ഭാഗങ്ങളെയും വേദനയുടെ എല്ലാ കടലും കയറ്റിയിട്ട് എന്ത് ചെയ്യുള്ളൂ? തീ പോവുള്ളൂ. വേദന. അതുകൊണ്ട് ആ തീ കൊണ്ട് ശിക്ഷിക്കരുത് എന്നൊക്കെ റസൂല് പറയുന്നുണ്ട്. തീയന്റെ ശിക്ഷ മാത്രമൊന്നുമല്ല, ഇവള് വിറകൊക്കെ ഉണ്ട് തട്ടിയിട്ട് ചാടി എണീക്കുകയാണ്. എന്നെ രക്ഷിക്കണേ, ഞാൻ കത്തുവാണ്, എനിക്ക് മരിക്കണ്ട, എന്നെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകണം, എനിക്കത് സഹിക്കാൻ കഴിയില്ല. പിന്നെ 10-12 ആളുകളുണ്ട്, നല്ല നീണ്ട മുളവടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വിടൂലല്ലോ നമ്മള്. വേറെ ആരെ കൽപ്പനയും കേൾക്കാതെ അള്ളാന്റെ കൽപ്പന മാത്രം കേൾക്കുന്ന മലക്കുകൾ. എന്ന പോലെ ഈ ദണ്ഡകന്മാര് മുളവടി കൊണ്ട് കുത്തിയിട്ട്, കൈകൊണ്ടൊന്നാൻ പറ്റൂലല്ലോ, ഓള് കത്തല്ലേ, കുത്തി അമർത്തി അതില് താഴ്ത്തി ജീവനോടെ ചുട്ടിരിക്കുകയാണ്. സൂറത്ത് സജദ, കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ. നരകത്തിൽ കടന്നിട്ട് ഇങ്ങനെ വീഴുമ്പോ നിങ്ങളെ വാപ്പ ഇന്ന് പുറത്തേടാൻ ആഗ്രഹിക്കും, നിങ്ങളെ അമ്മ പുറത്തേടാൻ ആഗ്രഹിക്കും, നിങ്ങളെ പെണ്ണുങ്ങളെ പുറത്തേടാൻ ആഗ്രഹിക്കും, നിങ്ങളെ കുട്ടികളെ പുറത്തേടാൻ ആഗ്രഹിക്കും, അല്ല നിങ്ങളെ തന്നെ പുറത്തേടാൻ ആഗ്രഹിക്കും. മലക്കുകൾ ഒന്ന് വലയം ചെയ്തിട്ട് കൂട്ടി അമർത്തി. എനിക്കിപ്പോ എന്റെ ഭാഷയിൽ മുഴുവൻ പറയാനൊന്നും കഴിയില്ല, നിങ്ങൾ ഖുർആൻ എടുത്തോ. നരകസ്വർഗങ്ങളുടെ മനോഹരമായ വർണ്ണനകളുണ്ട്, ഭീകരമായ വർണ്ണനകളുണ്ട്. വാദബിന് ജബൽ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിന് സ്വപ്നങ്ങൾ, നരകത്തിനെ ഞാൻ സ്വപ്നത്തിൽ കാണും. ശിക്ഷകളുടെ ആഴം, അതിന്റെ ഭീകരത, അനുഭവങ്ങളുടെ പരവശതകൾ, കടന്നു പോകാനിരിക്കുന്ന വേദനകളുടെ പർവ്വതങ്ങൾ. അള്ളാഹുവേ എന്നെ കാത്തുരക്ഷിക്കണം. സ്വർഗത്തിലൂടെ ഞാനിങ്ങനെ പോയി വെക്കും. പെണ്ണുങ്ങളും കുട്ടികളും വാപ്പയും പേരക്കുട്ടികളും ഒക്കെ ഇരുന്നിട്ട് മഞ്ചലിലൊക്കെ ആടി ഫലവർഗങ്ങളൊക്കെ ഇങ്ങനെ താഴേക്ക് തൂങ്ങി വന്ന് ഇച്ഛിക്കുമ്പോഴേക്കും സാധനങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് മൊബൈലിൽ വരണ മാതിരി ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് യാതൊരു പ്രയാസമില്ലാതെ, വിയർപ്പില്ല, മൂക്ക് ചീറ്റലില്ല, തലവേദനയില്ല, ഭീകരവാദവും തീവ്രവാദവും ആരോപണങ്ങളില്ല, NRC ഇല്ല, നിങ്ങളെ പുറത്താക്കണ വർത്തമാനങ്ങളില്ല. സലാമുൻ ഖൗലൻ മിൻ റബ്ബിർ റഹീം. സമാധാനം, എല്ലാവർക്കും സമാധാനം, സംതൃപ്തി, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സ്വർഗം. അവസാനിപ്പിക്കാം നമുക്ക്. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ റമദാനിൽ നല്ലൊരു പരിശോധന നടത്തി ഈ സ്വർഗത്തിലേക്ക് പോകാൻ റെഡിയാണോ നമ്മൾ? ഈ നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കാനുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടോ? അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാൻ ഒരു സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് മനസ്സറിഞ്ഞ് പറയാൻ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഈ റമദാൻ കഴിയുമ്പം യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമുള്ള ആത്മാവ്. നമുക്കൊക്കെ സമാധാനം കിട്ടിയിട്ടുണ്ട് റമദാനിൽ. അല്ലാഹ് നമ്മളെ വിളിക്കുകയാണ്, ഇർജിഇ ഇലാ റബ്ബികി, പോര്, എന്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് പോര്. ഇവിടെ പാർട്ടിയും സംഘടനകളും സമുദായങ്ങളും ജാതികളും കുടുംബങ്ങളും ഒക്കെ ഉണ്ട്, അതിലേക്കൊന്നും അല്ല എന്നെ വിളിക്കുന്നത്. എന്റെ അടിമകളുടെ കൂട്ടത്തിൽ പ്രവാചകന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, വിശുദ്ധന്മാരും വിപ്ലവകാരികളും മൂല്യവത്തായ ജീവിതത്തെ പ്രതിനിധീകരിച്ച മഹാവിശുദ്ധന്മാരുടെ കൂടെ സ്വർഗത്തിലേക്ക് വാ. ഫദ്ഖുലി ജന്ന, കേറിക്കോടോ എന്റെ സ്വർഗത്തിലേക്ക്. ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ നീ പ്രവേശിക്കുക. കരുണാവാരിധിയായ അല്ലാഹു, കരുണാവാരിധിയായ അല്ലാഹു അവന്റെ സ്വർഗത്തിൽ അവൻ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഒരുമിച്ച് കൂടാൻ നമ്മെ, നമ്മുടെ മക്കളെ, നമ്മുടെ ഇണകളെ, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.